ആധ്യാത്മികമായിട്ട് കാണുന്നതിനൊപ്പം തന്നെ ഗുരുവിൻ്റെ ഒരു പാത എന്ന് പറയുന്നത് ആ സമയത്തുള്ള എല്ലാ അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തുന്ന ഒരു കാര്യം കൂടിയായിരുന്നല്ലോ. ശിവഗിരി മഠവും അതുപോലെ പ്രോ ആക്റ്റീവായിട്ട് നിലപാടുകൾ എടുക്കണ്ടേ? ഞാൻ ഉദ്ദേശിച്ചത് ശബരിമല സ്ത്രീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ വലിയ വിവാദങ്ങളും ചർച്ചകളും ഉണ്ടായപ്പോൾ പക്ഷേ മഠം അതിൽ നിന്നൊക്കെ മാറി നിൽക്കായിരുന്നു, വലിയ പ്രതികരണങ്ങളൊന്നും. അല്ല. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് ശിവഗിരി മഠം അനുകൂലമായിരുന്നു. ഗുരു പരമ്പരയിൽപ്പെട്ട ഗുരു നിത്യചൈതന്യതി അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് മുൻപ് തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. ഞാനും അഭിപ്രായം തന്നെ വെച്ചു പുലർത്തി. പിന്നെ അതൊരു സംഘർഷത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പ്രചരണ വേലയ്ക്കൊന്നും ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചില്ല. എനിക്ക് എപ്പോഴും ഉള്ളത് ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് തന്നെയാണ്. പക്ഷേ അത് ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ്. ഒരു പ്രത്യേക കാലത്ത് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുക, ആ സമയത്ത് പുരുഷന്മാർ അങ്ങോട്ട് പോകണ്ട. അത് കഴിഞ്ഞാൽ പിന്നീട് പുരുഷന്മാർ പോകട്ടെ. അവിടെ സ്ത്രീകൾ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആത്മീയ ചൈതന്യത്തിന് കുറവ് സംഭവിക്കുമെന്നൊക്കെ ഉള്ളത് കേവലമായൊരു വിശ്വാസം മാത്രമാണ്. കാരണം എത്രയോ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ ദർശനം ചെയ്യുന്നു. ഇനി ശബരിമലയിൽ തന്നെ എത്രയോ ചെറുപ്പക്കാരായ സ്ത്രീകൾ പോയിട്ടുണ്ട്. കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാരൊക്കെ പോയിട്ടുണ്ട്. അവിടെ പോകുന്നവരെല്ലാം ഒരു നിശ്ചിതമായ പ്രായത്തിനപ്പുറത്തുള്ളവരാണ് പോകുന്നതെന്നൊക്കെ അങ്ങനെ ധരിച്ചു വച്ചിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ചെറുപ്പക്കാരായ ആളുകളും ധാരാളം അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ട്.